നിരവധി തവണ പറഞ്ഞിട്ടും ഒരു പരിഹാരം ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ നേരിട്ട് വന്ന് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. തീർച്ചയായിട്ടുമാണ്. പലതവണ വന്നു, പഞ്ചായത്തുകളിൽ നിന്നും ജനപ്രതിനിധികൾ ഇവിടെ നേരിട്ട് വന്നു, ഉപരോധ സമരം നടത്തി. അപ്പോഴൊക്കെ നൽകുന്ന ഉറപ്പുകളൊന്നും പാലിക്കുന്നില്ല. കുണ്ടറ നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളിലും രൂക്ഷമായ കുടിവെള്ളക്ഷാമമാണ്. വളരെ സാധാരണക്കാരായ കശുവണ്ടി തൊഴിലാളിയും കർഷകരും പാവപ്പെട്ടവരുമുള്ള ഒരു പ്രദേശമാണിത്. ഈ പൈസ കൊടുത്ത് എത്ര കാലം അവർക്ക് കുടിവെള്ളം വാങ്ങാൻ കഴിയും? 500 രൂപയ്ക്കും 600 രൂപയ്ക്കുമൊക്കെ വെള്ളം വാങ്ങിയിട്ടാണ് 2 ദിവസത്തേക്ക് ഉപയോഗിക്കുന്നത്. അങ്ങനെ സാധാരണക്കാർക്ക് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റും? ഈ ജീവൻ പദ്ധതിയുടെ ജലജീവൻ മിഷൻ നാടൊട്ടുക്ക് ടാപ്പ് സ്ഥാപിച്ചു, പക്ഷേ വെള്ളമില്ല. ടാപ്പ് ഉണ്ടായതുകൊണ്ട് കാര്യമുണ്ട്, വെള്ളം കിട്ടണ്ടേ? കനാലിന് പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാത്ത കാരണമാണ് കനാൽ തുറന്നു വിട്ട സമയത്ത് കനാൽ ലീക്കേജ് ഉണ്ടായി, തുറന്നു വിട്ടത് അതുപോലെ അടയ്ക്കേണ്ടി വന്നു. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ കനാലിൽ വെള്ളം തുറന്നു വിട്ടാൽ കിണറ്റിൽ വെള്ളം വന്നേനെ. ആ കനാൽ തുറന്നു വിടാത്തതിൻ്റെ പ്രശ്നം ഒരു വശത്ത് നിൽക്കുന്നു. ചെറുതായി പരിഹരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, അതൊന്നും തന്നെ പരിഹരിക്കുന്നില്ല. അപ്പോൾ മെയിൻ്റനൻസ് ഇല്ല, അതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 2 പെരിനാട് ശുദ്ധജല പദ്ധതിയാണെങ്കിലും ഞാങ്കടവ് കുടിവെള്ള പദ്ധതിയാണെങ്കിലും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ എന്താ നീങ്ങാണ്, വർഷങ്ങളായി ഇഴഞ്ഞു നീങ്ങാണ്. എത്ര തവണ അവലോകന മീറ്റിങ്ങുകൾ നിയമസഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്, നേരിട്ട് മന്ത്രിയുടെ സാന്നിധ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. മന്ത്രി തന്നെ വന്ന അവലോകനങ്ങൾ നടത്തുമ്പോൾ കൊല്ലം ജില്ലയിലടക്കം ഞങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ പരിഹാരം മാത്രം ഉണ്ടാകുന്നില്ല. മറ്റേത് വിഷയം പോലെയല്ല, കുടിവെള്ളമല്ലേ, ഇതില്ലാതെ ആൾക്കാർക്ക് ജീവിക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് കുണ്ടറയിലെ ജനപ്രതിനിധികൾ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, പഞ്ചായത്ത് മെമ്പർമാർ, ജനപ്രതിനിധികളും പൗരപ്രമുഖരുമായിട്ടുള്ള ഒരു സമൂഹമാണ് ഇന്നിവിടെ ഈ ധർണാ സമരത്തിൽ പങ്കെടുക്കുന്നത്.